നിങ്ങളുടെ ലൈഫിൽ എന്തായാലും കുറേ ആൾക്കാർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ ഇൻസൾട്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാന്നുള്ള 2 മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് മെത്തേഡാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ലഭിച്ച ഇൻസൾട്ട് ആക്ച്വലി സത്യമാണോ എന്നുള്ള കാര്യം. ആക്ച്വലി സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങളെന്തിനാ അതിനോർത്ത് അപ്സെറ്റ് ആവേണ്ട ആവശ്യം. ഇനി ആക്ച്വലി സത്യമല്ലെങ്കിലോ നിങ്ങൾ അതിനോർത്ത് വീണ്ടും അപ്സെറ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം സത്യമല്ലാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇൻസൾട്ട് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർലി അത് ഇഗ്നോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ്, നിങ്ങൾ ഇൻസൾട്ട് ലഭിച്ച ഒരാൾ, അയാളെ നിങ്ങൾ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നതിന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഇൻസൾട്ട് സീരിയസ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഗിറ്റാർ പഠിക്കുകയാണ്, ഞാൻ ഗിറ്റാർ വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ ഗിറ്റാർ ടീച്ചർ എന്നെ ക്രിട്ടിസൈസ് ചെയ്താൽ ഞാൻ ഇൻസൾട്ടായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയാൾക്ക് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ആക്ച്വലി സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നെ ക്രിട്ടിസൈസ് ചെയ്തതിന്. ഞാൻ ഇൻസൾട്ടഡ് ആവേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളോ അല്ലെങ്കിൽ ആ പറയുന്നതിനെ പറ്റി ധാരണ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആക്ച്വലി സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അയാളെ ഇൻസൾട്ട് ചെയ്തതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും എന്നുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അവസാനം പറയാനുള്ളത്, ഈ മാർക്കസ് ഔറേലിയസിൻ്റെ കോട്ടിൽ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഇൻസൾട്ടഡ് ആവുന്നത് തീരുമാനിക്കുന്നത് ആക്ച്വലി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇൻസൾട്ട് നിങ്ങളുടെ നേർക്ക് വരുമ്പോൾ ഈ 2 സിമ്പിൾ മെത്തേഡ്സ് ഉപയോഗിച്ച് ഇൻസൾട്ടിനെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ കാണാം.